രാമോദ്ര നീ എന്തായി കാണിക്കണേ? എടാ നിന്നോടായി ചോദിച്ചാൽ നീ എന്തിനാ കെട്ടിപ്പറക്കി പോണെന്ന്? നിനക്ക് കഴിവുണ്ടെങ്കിൽ അവളെ ആരാ എവിടെ പറഞ്ഞു വിടേണ്ടത്? അതിനുള്ള പ്രേമാണെന്ന് പറഞ്ഞ് എന്നെ നെഞ്ചത്തോട് കയറിയെന്ന് ഞാനും തോന്നും. തിരിഞ്ഞ് അങ്ങോട്ടും പറയണം ഐ ലവ് യു എന്ന്. അതിന് കുറെ പൊളിക്കും. പെണ്ണുങ്ങളെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ 500 മക്കൾ വേറെ എന്തൊക്കെ എനിക്കണം. അതിനൊക്കെ ഇനി ഒരുപാട് സമയം എടുക്കൂല്ലേ? മായൻകുട്ടി നീ എന്റെ തനി സ്വരൂപം കണ്ടിട്ടില്ല. അത് ഞാൻ ദിവസവും കാണുന്നല്ലേ. പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പോരാടും. എന്നോട് അവളെ പ്രേമിക്കാൻ പറയാൻ നീ ആര്? അവളുടെ മാമയോ? അയ്യോ, പ്രേമിക്കണമെന്ന് ആര് പറഞ്ഞു? പ്രേമിക്കരുത്, പ്രേമിക്കരുത്. നിന്നെ കൊന്നാലും നീ പ്രേമിക്കരുത്. പിന്നെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കണം. എന്തിന്? ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കാൻ. നിനക്ക് ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കണോ വേണ്ടേ? എങ്ങനെ എങ്ങനെ എങ്ങനെ? രാമഭദ്ര, ഇതിപ്പോ അവളായിട്ട് നിന്നെ തേടി വന്നിരിക്കുകയാണ്. അവളെ വെച്ച് ആ കുടുംബം തകർക്കാനുള്ള അവസരം നീ കളഞ്ഞു കുളിക്കരുത്. ആദ്യം നീ അവളെ വളച്ചെടുക്കണം. വളച്ച് 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 ഒറ്റ ഓടി. പിന്നെ നീ നോക്കിക്കോ, ആനപ്പാറയിലെ അച്ചമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തും, കരയും, കാല് പിടിക്കും, കെഞ്ചും. പിന്നെ നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം നോക്കിയടാ, രോമ എഴുന്നേക്കുന്നത്. കുഴപ്പമാവൂ? ഏയ്, അതിപ്പോ ശരിയായിക്കോളും. അതല്ലേ. ഓ, അവിടെ കുഴപ്പമാവുമെന്ന്. കുഴപ്പമാവും. കുഴപ്പമുണ്ടോ? കുഴപ്പമാവണം. ആ വേഗം ചെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് പോരെ. പറഞ്ഞ ഇല്ല, ഈ തുടക്കം എങ്ങനെ? എനിക്ക് ഉറങ്ങ. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ കൂടെ പറ. ചെല്ല്. ഇന്നലെ രാത്രി അയ്യേച്ചേ, ഇന്നലെ രാത്രി ഓക്കെ. മാലു, എക്സ്ക്യൂസ് മീ. ഒരു മിനിറ്റ്, ഒന്നിങ്ങി വന്നേ. ജസ്റ്റ് എ മിനിറ്റ്. എന്താ? എന്തിനെ വിളിച്ചേ? ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കും അറിയാം. മാലുവിന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് അറിയാം. അയ്യേ, രാമഭദ്രനൊന്നുമല്ല. ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു മുറിയില്, അതാ. ഈ സെൻസ് ഓഫ് ഹ്യൂമർ, ഈ തന്റേടം, ഈ സ്മാർട്ട്നെസ്, അതാണ് എനിക്ക് ഇഷ്ടമായത്. മാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അതുകൊണ്ട് തിരിച്ചും അങ്ങോട്ടിത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എനിക്കും ഇഷ്ടമാണ്. ഐ ലവ് യു. അതെ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോ? എനിക്കൊരു വിശ്വാസമൊക്കെ വരണ്ടേ. ആത്മാർത്ഥമായിട്ടാണോ ഈ പറയണത്? അതെ, ഉള്ളിന്റെ ഉള്ളിന്ന്. എങ്കി സത്യം ചെയ്തു തരാമോ? അതിനെന്താ? മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്തു തരണം. ഞാൻ വിളിച്ചാൽ അച്ഛനെയും ഏട്ടന്മാരെയും വീടും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഇറങ്ങിപ്പോരാന്ന്. പെട്ടെന്ന് പറയണ്ട, നല്ലോണം ആലോചിച്ചിട്ട് മതി. വരട്ടെ. എന്താടാ? പോരടാ. എന്താ കാര്യം? എടാ, അവൾ എന്താ പറഞ്ഞെന്ന്? അവളെന്നെ കൊലയ്ക്ക് കൊടുക്കൂടാ. ഞാൻ അവൾക്ക് സത്യം ചെയ്ത് കൊടുക്കണമെന്ന്. അതും മരിച്ചുപോയ എന്റെ അമ്മയെ പിടിച്ച്. ഒന്ന് സത്യം ചെയ്ത് കൊടുത്തെന്ന് വെച്ച് മരിച്ചുപോയ നിന്റെ അമ്മയ്ക്ക് ഇനി എന്തോന്ന് സംഭവിക്കാൻ? അമ്മയ്ക്ക് എടാ, ഇത് അവളൊരു പാറ ഇറക്കിയതല്ലേ? നീയും അതേ പാറ എന്നെ എടുത്ത് അങ്ങോട്ടും പ്രയോഗിക്ക്. അവളോട് സത്യം ചെയ്ത് തരാൻ പറ. അവൾ തന്നാലോ? വാങ്ങിക്കണം. നീ സത്യം ചെയ്ത് കൊടുക്കണം. അത് പറ്റില്ല. ഞാൻ 500 മോനാ. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. അത് തന്നെ ഞാനും പറയുന്നത്. വാക്ക് പറഞ്ഞാൽ വാക്കായി തന്നെ ഇരിക്കണം. പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത്. മനസ്സിലായോ? ചെല്ല്, അങ്ങോട്ട് ചെല്ലാൻ. മാലു, എക്സ്ക്യൂസ് മീ. ഒന്നിങ്ങി വന്നേ. എന്താ ഇത്ര വേഗം ആലോചിച്ചോ? അല്ല, നല്ലോണം ആലോചിച്ചിട്ടാണോ? ആലോചിച്ചു, തീരുമാനം എടുക്കുകയും ചെയ്തു. പക്ഷേ മാലു എനിക്ക് സത്യം ചെയ്തു തരണം. മാലുവിന്റെ മരിച്ചുപോയ അമ്മയെ കൊണ്ട്. അതിനെന്താ? ആ കൈ ഇങ്ങോട്ടും നീട്ടിക്കേ. അതെന്തിനാ? സത്യം ചെയ്യാൻ. ദേഹത്തോട്ടുള്ള സത്യം ഒന്നും വേണ്ട. മാലു പറഞ്ഞാ മതി, എനിക്ക് വിശ്വാസം തന്നെ. അയ്യേ, ഇങ്ങോട്ടും നീട്ടിയേ. രാമഭദ്രൻ എന്തിനാ ഇങ്ങനെ വേർക്കണേ? ആര് വിയർത്തു? എളുപ്പം സത്യം ചെയ്, സത്യം ചെയ്. രാമോദ്ര, നിന്റെ ചേട്ടന്മാര് വരുന്നുണ്ട്. നീ തല്ലുണ്ടാക്കിയവരാരെ അറിഞ്ഞു. പോയി ഒളിച്ചോ, എവിടെയെങ്കിലും പോയി ഒളിച്ചോ, വേഗം. എന്റെ ദൈവമേ, ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ? ഇല്ല, പറയണോ? വേണ്ട, ഞാനിവിടെ ഇല്ലെന്ന് നീ പറ.
ശരിയാവില്ല. നീ ഒന്ന് ഒതുങ്ങിയേ. നീ ഇതെങ്ങോട്ട് കയറുവാ? ഞാനിവിടെ ഇല്ലെന്ന് നീ ഒന്ന് പറ. ചെല്ല്. ഞാനില്ല. തല്ലിയോടെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ തല്ലണോരാ നിന്റെ ചേട്ടന്മാര്. നീ എന്നെ പറഞ്ഞാ മതി. ഇവിടെ നിന്നോടല്ലേ പോയോ? ഞാൻ പറയുന്നേക്ക്. നിന്റെ ചേട്ടന്മാർ ശരിയാവില്ല. രാമചന്ദ്ര പറയുന്നേക്ക്. അല്ലോ രാമചന്ദ്ര തുറക്കാം. ഞാൻ പറയുന്നു. ഞാനിവിടുത്തെ വാർഡനാണ്. ആരാ ഞങ്ങളുടെ പൊന്നനീന് തല്ലിയത്? അത്ര ചങ്കുറ്റുള്ളവന്മാരുണ്ടെങ്കിൽ വാടാ. 500 മക്കൾ ആരാണെന്ന് കാണിച്ചു തരാം. വാടാ, ഇറങ്ങി വാടല്ല. ഒരു കൈ നോക്കാടാ. ഒരു കൈയ്യനാണ്, 2 കൈ നോക്കാം. ആരാണ് ഞങ്ങൾ രാമഭദ്രൻ തല്ലിയത്? ഇറങ്ങി വേടാ. ദേ പോണവൻ രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ പിടിച്ചോ. ആരെയും അതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ടാവ ഇവിടം വരെ വന്നിട്ട് അവ പിടിച്ചു പോയി. സോറി ചേട്ടാ, കോളേജ് പിള്ളേരെ ഓടിച്ചിട്ട കിട്ടാൻ ബുദ്ധിമുട്ടാ ചേട്ടാ. എനിക്ക് അനുഭവം ഉണ്ടെന്നേ. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. വാടാ വാടാ. ദേ പോണവൻ. പിടിച്ചോടാ പ്രേമ. നിനക്ക് കാര്യം അറിയണല്ലേ? കാര്യം നീ അവനെ തല്ലുവല്ലേ? ഞാനല്ല. പിന്നെ രണ്ടപ്പട്ടി എന്നെ തല്ലുന്നേ. മിണ്ടിപ്പോയത് കൊന്നാളെ ഞാൻ. എന്നെ കൊല്ലുന്നേ. പിടിച്ചല്ലോ, പിടിച്ചുണ്ട്. അടിക്കട പ്രേമ. ഉന്നം നോക്കി അടിക്കട പ്രേമ. അവനെ ഒന്നും ചെയ്യല്ലേ. അവനല്ല തല്ലിയത്. അവനൊന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഇവനല്ലെങ്കിൽ പിന്നെ ഇവനെന്തിനാ ഓടിയത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. നീ എന്തിനാണ് ഓടിയത്? അള്ളാളെ പേടിച്ചിട്ടാടാ. അള്ളാനെ പേടിച്ചിട്ടാണെങ്കിൽ എന്തിനാണ് ഞങ്ങളെ കണ്ടു ഓടിയത്? നിന്നല്ലടാ അവനെ. മായൻകുട്ടി നീ വാ. എന്താ നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്. നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ കറക്റ്റ്. എന്താണ് ഇത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഉറങ്ങുന്നോ? ബാക്കിയുള്ളവരെ ഉറക്കം കളഞ്ഞിട്ട് നീ കിടന്നുറങ്ങുന്നോ? ഇതെന്ത് പാട്? ഞാനാണ് നിന്റെ ഉറക്കം കളഞ്ഞത്. നീയല്ലേ എല്ലാം പറഞ്ഞത്? വെറുതെ നടന്നിരുന്ന എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ കൂർക്കമ്പലി. അതിന് നീ എന്നെ അവളോട് പറഞ്ഞില്ല. നിനക്ക് അവളോട് പ്രേമമൊന്നും ഇല്ലെന്ന്. പിന്നെന്താ? അങ്ങനെ ഇവിടെ പറഞ്ഞെന്ന് വെച്ച് എനിക്കതിന് പറ്റണ്ടേ? അവളെന്റെ മനസ്സിന് പോകണ്ടേ? കുഴപ്പമായ കുഴപ്പമായി എന്നാ തോന്നുന്നത്. അല്ല എന്താണ് പിശാചാ പുറകെ കൂടെ ഒന്ന് പേടിപ്പിക്കുന്നത്? പേടിപ്പിച്ച ഞാനാണോ? നീയല്ലേ? ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്നല്ലേ? സമാധാനിപ്പിക്കുന്നു? ഇങ്ങനെയാണോ സമാധാനിപ്പിക്കുന്നത്? ഞാൻ അച്ഛനും ചേട്ടന്മാരെ കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് ആൾ പുറകെ കൂടെ ഒരു സമാധാനിപ്പീര്. ഇനിയിപ്പൊ പേടിച്ചിട്ട് എന്താടാ കാര്യം? നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം. ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പറ്റും. എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്. ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക. ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. ഓക്കെ? ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത്. ഗുഡ് നൈറ്റ്. നീ ഇവിടെ നില്ലേ, ഞാൻ പോയേച്ചു വരാം. ഞാൻ കൂടെ വരാം. നീ എന്തിനു വരുന്നു? ഒരു ധൈര്യത്തിന്. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. എനിക്കുണ്ട്. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യക്കുറവുണ്ട്. ചാകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചാകണം. കൂട്ട് തല്ലി പൊട്ടിക്കണം. ചാട് ചാട്. कहती है तुम जब छोटे थे तो अपने जन्मदिन पर तुमने आदमी के काले कोट को ब्लैक होल समझ लिया था।
മുറുകെ പിടിച്ചോളാം. മോളിൽ ചെല്ലുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ വിസിലടിച്ചാ മതി. വിസില് അപ്പോ നിന്റെ വീട്ടിൽ അറിയിക്കാം. പോടാ പുല്ലേ. तभी तो तुम्हें सजा दी गई थी जबरदस्त। सजा? और क्या, तुम्हारे डैडी ने कहा तुम घर में रहने लायक नहीं हो, फटाक से उठा के तुम्हें भेज दिया गया बोर्डिंग स्कूल। क्या देखा सी बकबक कर रही हो बॉबी? मत सुनना रहा था बाबा, कोई सर पैर नहीं होता इसकी बात का। ये सच है क्या आंटी? तो खाया ही नहीं राजू बाबा। എന്താ मत आंटी बता। പേടിച്ചതാ അങ്ങോട്ട് എവിടെ പോണു? ഇങ്ങോട്ട്. ഞാൻ അതിനകത്ത് ഇരിക്കാൻ പോവാ. എന്തിന്? അതൊക്കെ വേറെ പ്ലാൻ ഉണ്ട്, നീ വിട്. ഇത് തീക്കളിയാണ്. തീക്കളിയാണ് എനിക്കിഷ്ടം. രാമഭദ്ര പറയുന്നത് അതോ